12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു രാജ്യം. പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിൽ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡാണ് ഇത്തവണ ദേശീയതല ആഘോഷങ്ങൾക്ക് വേദിയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതു യോഗ പ്രോട്ടോകോൾ അധിഷ്ഠിത പരിശീലനത്തിന് നേതൃത്വം നൽകി. उत्पन्न करता है। सर्वप्रथम दोनों हाथों को कमर पर रखिए, दोनों हाथ के कोमोड़े ऊपर रखून। पहला अभ्यास गर्दन को आगे और पीछे झुकाने का अभ्यास। प्रथम अभ्यास घाड़ सामने एवं पिछने झुकानोर। श्वास छोड़ते हुए सिर और गर्दन को सामान्य स्थिति में लेके आइए। सांस नीते नीते स्वाभाविक अवस्थाয় ফিরে আসুন। इस तरह एक धीरे धीरे श्वास छोड़ते हुए सिर को सामान्य स्थिति में लेके आइए। ডান দিকে ঘোরান और श्वास भरते हुए सामान्य स्थिति में आइए। सामान्य अवस्थाয় ফিরে আসুন। पुनः इसका अभ्यास लेफ्ट साइड से करेंगे। এই অভ্যাসটি श्वास भरते हुए सिर और गर्दन को सामान्य स्थिति में लेके आइए। ലോകത്തിന്റെ മെച്ചപ്പെട്ട ഭാവിക്ക് യോഗ അനിവാര്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യോഗ കേവലം ഒരു ദിവസത്തെ ആഘോഷമായി ഒതുക്കരുതെന്നും മെച്ചപ്പെട്ട ആരോഗ്യത്തിനായി വർഷം മുഴുവൻ അത് പരിശീലിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. योग केवल शारीरिक श्रम का साधन नहीं है। योग किसी एक आयु वर्ग के लिए सीमित भी नहीं है। भारत में हम जानते हैं और देखते आए हैं, योग मानव के जीवन का चेतना के साथ, ऊर्जा के साथ एक प्रकाश भी है. യോഗാ ദിനത്തിന് സാംസ്കാരിക മാനം നൽകി കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് രാജ്യത്തെ 100 ചരിത്രപ്രസിദ്ധ കേന്ദ്രങ്ങളിലാണ് പ്രത്യേക യോഗാ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവർ വിവിധയിടങ്ങളിലെ യോഗാ ദിനാചരണ പരിപാടികളിൽ പങ്കെടുത്തു. While exhaling, we'll be producing humming bee sound. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.